നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആകാശത്ത് വർണ്ണ വിസ്മയം തീർത്ത് വെടിക്കെട്ട്. കരിമരുന്ന് പ്രയോഗത്തിന്റെ കിടിലൻ പൂരം. വെടിക്കെട്ട് പൊടി പൊടിച്ചു. പാറമേക്കാവ് കത്തിക്കയറി തിരുവമ്പാടി മിന്നിച്ചു. തൃശൂർ പൂര വെടിക്കെട്ടിനെ വർണ്ണിക്കുന്ന മാധ്യമ തലക്കെട്ടുകളാണ് ഇത്. എല്ലാ കൊല്ലവും പൂരത്തിന്റെ വെടിക്കെട്ട് മാധ്യമങ്ങളിലും വലിയൊരു ആഘോഷമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം തലക്കെട്ടുകൾ ആകെ മാറി മറിഞ്ഞു. ചിതറിത്തെറിച്ച മനുഷ്യ ശരീരങ്ങൾ, ഒരു കൂട്ടം മാംസപിണ്ഡം, കത്തിക്കരിഞ്ഞ ശരീരത്തിന്റെ ഗന്ധം, കരിമരുന്നിന്റെ ഭീകരത, വേണ്ട ജീവൻ പണയം വെച്ചുള്ള ഈ വെടിക്കെട്ട് ഇനി വേണ്ട, ഇങ്ങനെ നീളുന്നു. പൂരത്തിന്റെ വെടിക്കെട്ട് കൊഴുക്കുമ്പോൾ ചാനൽ ഫ്ലോറുകളിലും ആവേശത്തിന്റെ കതിന പൊട്ടുന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. എന്നാൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ പിന്നെ കരച്ചിലും വിലാപവുമാണ്. പടക്കപ്പുരയിലെ കിരച്ചു കയറിയ മാധ്യമ സംഘത്തെ ആദ്യം നമ്മൾ കണ്ടതാണ്. പറഞ്ഞു വരുന്നത്, ആരാണ് ക്ഷേത്രോത്സവങ്ങളിലെയും പള്ളിപ്പെരുന്നാളുകളുടെയും ഒക്കെ വെടിക്കെട്ട് കൊഴുപ്പിക്കുന്നത്? എന്നു മുതലാണ് വെടിക്കെട്ട് ആചാരമായത്? ഇത് ശരിക്കും ആചാരത്തിന്റെ ഭാഗമാണോ? ഇത് മാധ്യമങ്ങൾ കണ്ടെത്തി ആ വാർത്തകൾ പുറത്തുവിടേണ്ടതാണ്. കാരണം തൃശൂർ പൂരത്തിന്റെയും മറ്റു പൂരങ്ങളുടെയും ഒക്കെ വെടിക്കെട്ട് ആഘോഷമാക്കുന്നതിൽ ചാനലുകാരും ഒട്ടും പിന്നിലേക്കല്ല. ചാനൽ ഫ്ലോറുകളിലൊക്കെ അത് ലൈവായി കാണിക്കുകയും അതിൻ്റെ ആവേശം റിപ്പോർട്ടർമാരിലും ഒക്കെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നതാണ്. ശരിയാണ്, ആഘോഷങ്ങളെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് അത് കൊണ്ടാടാനുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഒരിക്കലും മനുഷ്യനെ അപകടത്തിലേക്ക് നയിക്കുന്നതാകരുത്. ഒരിക്കലും വെടിക്കെട്ട് ഒരു ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് ഗുരുവായൂർ ക്ഷേത്ര തന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലെ വെടിക്കെട്ട് ആചാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വെടിക്കെട്ടെന്നത് ക്ഷേത്ര ആചാരങ്ങളുടെ അഭിവാജ്യ ഘടകമല്ലെന്നും കേവലം ആഡംബരവും കൂട്ടിച്ചേർക്കപ്പെട്ടതും മാത്രമാണെന്ന് പ്രമുഖ തന്ത്രിമാരും ഗവേഷകരും വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ്. ഭക്തർക്കേറെ പ്രിയപ്പെട്ട തന്ത്ര സമുച്ചയം ഉൾപ്പെടെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും വെടിക്കെട്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വെടിക്കെട്ട് ആചാരങ്ങളുടെ അഭിവാജ്യ ഘടകമല്ലെന്നും ആഘോഷങ്ങളുടെ പേരിൽ കാലക്രമേണ കടന്നുകൂടിയ കീഴ്വഴക്കം മാത്രമാണെന്നും മുൻപ് തന്നെ പണ്ഡിതന്മാരും ഗവേഷകരും വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇത്തരം ആചാരങ്ങൾ ഗൗരവമായി പുനഃപരിശോധിക്കണം എന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. സമാനമായ അഭിപ്രായമാണ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിനുമുള്ളത്. തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള ആധികാരിക ക്ഷേത്ര ആചാര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്ത പല കാര്യങ്ങളും ആഘോഷങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് ക്ഷേത്ര ആചാരങ്ങളായി മാറിയിട്ടുണ്ടെന്ന് ദിനേശൻ നമ്പൂതിരിപ്പാട് പറയുന്നു. അത്തരത്തിലൊന്നാണ് വെടിക്കെട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ആചാരം ഇതിനകം നിരവധി ജീവനുകൾ അപഹരിച്ചിട്ടുണ്ടെന്നും അപകടരഹിതമായി ഇത് നടത്തുക അസാധ്യമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ദാരുണമായ കാഴ്ചകൾ ഗൗരവതരമായ ആത്മപരിശോധനയ്ക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ദൈവങ്ങൾക്ക് കതിന വെടി സമർപ്പിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണെന്നും പല ക്ഷേത്രങ്ങളും ഈ വഴിപാടിന് പേരുകേട്ടതാണെന്നും ക്ഷേത്ര ആചാര ഗവേഷകൻ സായിനാഥ് വള്ളുവനാട് പറഞ്ഞു. എന്നിരുന്നാലും ഇന്ന് കാണുന്ന വലിയ വർണ്ണശബളമായ വെടിക്കെട്ടുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിനാണോ അതോ ഉത്സവം കാണാൻ ഒത്തുകൂടുന്ന ജനക്കൂട്ടത്തിനാണോ എന്ന് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നു. ഇതിനുള്ള ഉത്തരം വ്യക്തമാണെന്നും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. പല ക്ഷേത്രോത്സവങ്ങളിലും കതിന പൊട്ടുമ്പോഴാണ് ചടങ്ങുകൾ അവസാനിച്ച വിവരം ജനങ്ങൾ അറിഞ്ഞിരുന്നതെന്നും ഇതൊരു അറിയിപ്പ് രീതിയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. കാലക്രമേണ ചെറിയ വെടിവഴിപാടുകൾ വിപുലമായ വെടിക്കെട്ടുകളായി പരിണമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ ഭക്തിയിൽ നിന്ന് മത്സരത്തിലേക്ക് മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നൊക്കെയുള്ള തലക്കെട്ടുകളിലാണ് പലപ്പോഴും ഇവ പ്രചരിക്കപ്പെടുന്നത്. ഒരു ഉത്സവത്തിന് പോകുക എന്നത് പലപ്പോഴും വെടിക്കെട്ട് കാണാൻ പോകുക എന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ഇത്തരം കാഴ്ചകൾ സന്തോഷം നൽകുകയും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഭാരവും പ്രത്യാഘാതങ്ങളും അനുഭവിക്കുന്നത് ഇത് നടത്തുന്ന തൊഴിലാളികളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം ആരാധന, പ്രതിഷ്ഠ, ശുദ്ധികലശം, ഉത്സവ വിധി എന്നിവയെക്കുറിച്ച് തന്ത്രസമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ആധുനിക വെടിമരുന്ന് ഉപയോഗിച്ചുള്ള വെടിക്കെട്ടുകൾ നിർബന്ധിത ക്ഷേത്ര ആചാരമായി നിർദ്ദേശിക്കപ്പെട്ടതിന് തെളിവുകളില്ല എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരാചാരം നൂറുകണക്കിന് വർഷങ്ങളായി തുടരുമ്പോൾ അത് സ്വാഭാവികമായും ഒരു പാരമ്പര്യമായി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് ആചാര്യൻ ഷാജി വരാവൂർ പറഞ്ഞു. അതുകൊണ്ടാണ് ചിലർ വെടിക്കെട്ടിനെ ക്ഷേത്രോത്സവങ്ങളുടെ അഭിവാജ്യ ഘടകമായി കരുതുന്നത്.
മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ വെടിക്കെട്ട് ക്ഷേത്രങ്ങളുടെ ശക്തമായ സാംസ്കാരിക അടയാളമായി മാറുന്നു. എങ്കിലും ശാസ്ത്രീയമായ ക്ഷേത്ര ആചാരങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമല്ലാത്തതിനാൽ സമൂഹം ഈ രീതിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇതൊരു ആചാരമല്ല, അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ആചാരത്തിൻ്റെ ഒപ്പം ഒരു വിഷപ്പുകയായി ഈ വെടിക്കെട്ട് മാറിയിരിക്കുകയാണ്. പൂരം കളറാകണമെങ്കിൽ വെടിക്കെട്ട് നിർബന്ധമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞല്ലോ. തന്ത്രവിധികളിൽ എവിടെയും വെടിക്കെട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കതിനാവെടി അതൊരു ആചാരമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ഏതൊരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്? വെടിക്കെട്ടിന് എന്തെല്ലാം രീതിയിലുള്ള വെടിക്കോപ്പുകളാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ചിതറിപ്പോകുന്ന തരത്തിലുള്ള മാരക വെടിക്കോപ്പുകൾ വരെയാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ വെടിക്കെട്ട് കഴിയുമ്പോൾ ആ ഒരു അന്തരീക്ഷം മുഴുവൻ മലീമസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ നടന്ന ആ ഒരു അപകടമുണ്ടല്ലോ, എത്ര മനുഷ്യരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ടെങ്ങാണ്ട് മനുഷ്യൻ പഠിക്കുന്നുണ്ടോ? പോലീസിന് വലിയൊരു വീഴ്ച സംഭവിച്ചതിൻ്റെ വിവരവും കൂടി പങ്കുവയ്ക്കാനുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാല ഉടമ കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെ കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചതായി ചിറ്റൂർ തഹസിൽദാർ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 15 കിലോ വെടിമരുന്ന് മാത്രം സൂക്ഷിക്കാനുള്ള ലൈസൻസാണ് ബിനോയ്ക്ക് പാലക്കാട് ജില്ലാ ഭരണകൂടം അനുവദിച്ചത്. എന്നാൽ 1000 കിലോയോളം വെടിമരുന്നാണ് ബിനോയ് ജേക്കബിന്റെ മുതലമടയിലെ പടക്ക നിർമ്മാണശാലയിൽ കണ്ടെത്തിയതെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. തുടർ പരിശോധന നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ടിനും പ്രധാന വെടിക്കെട്ടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായത്. പിന്നാലെ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയ്ക്കും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാർ ആർ രാമചന്ദ്രൻ സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു. എത്ര ഗുരുതരമായ വിഷയമാണെന്നൊന്ന് ഓർത്തു നോക്കിക്കേ. 15 കിലോ കയ്യിൽ വയ്ക്കാനാണ് അനുമതി കൊടുത്തത്. അവിടെയാണ് 1000 കിലോ അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്നത്. ഒരു പ്രദേശം മുഴുവൻ കത്തിപ്പോകാൻ ഇത് മതി. സാധാരണ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകും. അവിടങ്ങളിലൊക്കെ ശക്തമായ നിരീക്ഷണം പോലീസ് നടത്തണം. അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് തടയിടാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പക്ഷേ പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. വെടിക്കെട്ട് അപകടങ്ങളിൽ മിക്കപ്പോഴും വില്ലനാകുന്നത് നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്. പൊട്ടിത്തെറിയുടെ ശബ്ദവും വെളിച്ചവും അമിതമായി വർദ്ധിപ്പിക്കാൻ സുരക്ഷിതമായ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം പൊട്ടാസ്യം ക്ലോറേറ്റ് ചേർക്കാറുണ്ട്. ഇത് സൾഫറുമായി ചേർന്നാൽ മിശ്രിതം അതിവേഗം പ്രതികരിക്കുകയും ചെറിയൊരു അശ്രദ്ധ പോലും വൻ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും. 1992 തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ രാസവസ്തു വെടിക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഫോറൻസിക് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. വെടിക്കെട്ട് നിർമ്മാണശാലകൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ മുണ്ടത്തിക്കോട് കാറ്റിൽ പറത്തിയോ എന്ന സംശയം ബലപ്പെടുകയാണ്. ചട്ടപ്രകാരം വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതും കൂട്ടിയോജിപ്പിക്കുന്നതുമായ ഷെഡുകൾ തമ്മിൽ കുറഞ്ഞത് 18 മീറ്റർ അകലം പാലിക്കണം. ഒരു ഷെഡിലുണ്ടായ അപകടം മറ്റൊന്നിലേക്ക് പടരാതിരിക്കാനാണ് ഈ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ പലയിടത്തും സ്ഥലപരിമിതി മൂലം ഈ അകലം പാലിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഗുരുതര പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് വേണ്ട എന്ന് ദേവസ്വങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നല്ല കാര്യം. അത്രയെങ്കിലും ഒരു മാനുഷിക പരിഗണന നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. കാരണം ഇത്രയും വലിയൊരു ദുരന്തം നടന്ന് കുറേയധികം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് പിന്നെയും പൂരത്തിന് വെടിക്കെട്ട് വേണം എന്ന് ശാഠ്യം പിടിക്കുകയാണെങ്കിൽ അതൊട്ടും മനസ്സാക്ഷിയില്ലാത്തൊരു നിലപാടായി പോകുമായിരുന്നു. എന്തായാലും ഇനി ആ ആനയുടെ കാര്യത്തിൽ കൂടിയാണ് ഒരു തീരുമാനം വേണ്ടത്. ചൂട് കാലമാണ്. ആനയെ നിരത്തി നിർത്തി പൂരം കാണാനാണ് മനുഷ്യൻ തിടുക്കപ്പെടുന്നത്. ചൂടുകാലത്താണ് ആനയ്ക്ക് മതമിളകുന്നത്. ആനയ്ക്ക് മതമിളകി എത്രയോ അപകടങ്ങൾ സംഭവിച്ചതിൻ്റെ കഥകൾ നമ്മൾ കൺമുൻപിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ആ മിണ്ടാപ്രാണിയെ ഇങ്ങനെ കൊണ്ട് മണിക്കൂറുകൾ നിർത്തിയിട്ട് അത് കണ്ട് രസിക്കുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ അത് എത്രത്തോളം ക്രൂരമാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ എല്ലാത്തിനെയും ഉപയോഗിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.